എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 142 142 ഓക്കെ. ഇൻഡിക്കേറ്റേഴ്സ് 2 ഓക്കെ, രണ്ടാമത്തതായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇൻഡിക്കേഷനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? റെലവൻസ് ഓഫ് ഡിവൈഡിങ് ദ കിങ്ഡം മൊനേറിയ ഇൻടു ഡിഫറെൻറ്റ് കിങ്ഡംസ് സച്ച് ആസ് ആർക്കിയ ആൻഡ് ബാക്ടീരിയ. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കിങ്ഡം മൊനേറിയെ ആർക്കിയ, ബാക്ടീരിയ എന്നീ വ്യത്യസ്ത കിങ്ഡങ്ങൾ ആക്കിയതിൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ റെലവൻസ്, അതുകൊണ്ടുള്ളായ ഗുണം എന്താണ്? അപ്പം റെലവൻസ് എന്ന് വെച്ചാൽ പ്രശസ്തി അല്ലെങ്കിൽ ഗുണം. ഓക്കെ, ഓഫ് ഡിവൈഡിങ് അതായത് വിഭജിക്കുന്നതിൻ്റെ ദ കിങ്ഡം മൊനേറിയ എന്ന കിങ്ഡത്തെ ഇൻടു ഡിഫറെൻറ്റ് കിങ്ഡം, അതിനെ വ്യത്യസ്തങ്ങളായ കിങ്ഡം സച്ചാസ് ഏതൊക്കെ പോലെയാണ് ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും രണ്ടായിട്ട് വിഭജിച്ചതിൻ്റെ റെലവൻസ്, അതിൻ്റെ പ്രശസ്തി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് ഉത്തരം നമുക്കിങ്ങനെ എഴുതാം. The two prokaryote domains, bacteria and archaea, split from each other early in the evolution of life. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദ ടു പ്രൊക്രിയോട്ട് ഡൊമൈൻസ്. എന്താണ് പ്രൊക്രിയോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആ ഒരു സെല്ലിനകത്തുള്ള ഓർഗനൈൽസ് ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ ദ ടു പ്രൊക്രിയോട്ട് ഡൊമൈൻസ്, അതായത് വ്യക്തവും കൃത്യവുമായിട്ട് സെല്ലിലും സെല്ലിനകത്തുള്ള ഓർഗനൈൽസും ഇല്ലാത്തതായിരിക്കുന്ന ഈ ഡൊമൈൻ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? ആർക്കിയ ആൻഡ് ബാക്ടീരിയ. ഏതാണ്? സ്പ്ലിറ്റ് ഫ്രം ഈച്ച് അതർ ഏർലി ഇൻ ദ എവല്യൂഷൻ ഓഫ് ലൈഫ്. അതായത് സ്പ്ലിറ്റ് ഫ്രം ഈച്ച് അതർ, അതിൽ നിന്നും പരസ്പരം വിഘടിച്ച് മാറി വന്നതാണ്. എപ്പോഴാണ്? ഏർലി ഇൻ ദ എവല്യൂഷൻ ഓഫ് ലൈഫ്, അതായത് ജീവൻ്റെ പരിണാമത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. ഓക്കെ, പ്രൊക്രിയോട്ടസ് ആയിരിക്കുന്ന ബാക്ടീരിയയും ആർക്കിയയും ഒരേ പൂർവികരിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് മാറി പരിണമിച്ച് വന്നതാണ്. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്ടീരിയാസ് ആർ വെരി ഡൈവേഴ്സ്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബാക്ടീരിയ എന്ന് പറയുന്നത് വെരി ഡൈവേഴ്സ്, അതായത് ഭിന്ന തരത്തിൽ, വ്യത്യസ്ത തരത്തിലുള്ളവയാണ്. ഓക്കെ, റേഞ്ചിങ് ഫ്രം ഡിസീസ് കോസിങ് പാത്തോജൻസ് ടു ബെനഫിഷ്യൽ ഫോട്ടോസിന്തസൈസേഴ്സ് ആൻഡ് സിംബോനൈറ്റ്സ്. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്ത തരത്തിൽ ഉള്ളവയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ് ഈ ബാക്ടീരിയയുടേത്? അവ വ്യത്യസ്ത തരത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല, അവ പലപ്പോഴും നമുക്ക് എന്തെല്ലാം ഗുണം ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഫ്രം ഡിസീസ് കോസിങ് പാത്തോജൻസ്, അതായത് ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, രോഗങ്ങൾ. അപ്പം രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ മുതൽ ബെനഫിഷ്യൽ ടു ഫോട്ടോസിന്തസൈസേഴ്സ് ആൻഡ് സിംബനൈറ്റ്സ്, അതായത് ഫോട്ടോസിന്തസൈസിനും സിംബനൈറ്റ്സിനും സഹായിക്കുന്നവ ആയിത്തീരുന്ന രീതിയിൽ എന്തുണ്ട്? ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബാക്ടീരിയ എല്ലാ തരത്തിലും ഉള്ളതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യന് ഉപദ്രവകരമായിട്ടുള്ളത് മുതൽ ബാക്ടീരിയ ഉപദ്രവമില്ലാതെ ഉപകാരമുള്ളവയായിത്തീർക്കുന്നത് വരെയുണ്ട്. എന്ത്? ബാക്ടീരിയ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എന്താണ് ഇതിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശസ്തി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ട് ബാക്ടീരിയ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഗ്രൂപ്പിലേക്ക് പെടുത്തിയിരിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ആർക്കിയ ആർ ഓൾസോ ഡൈവേഴ്സ്. ആർക്കിയയും വളരെ വ്യത്യസ്തമുള്ളവയാണ്. ബട്ട് നൺ ആർ പത്തോജനിക്, അതായത് ഇവ വ്യത്യസ്ത തരത്തിലുള്ളവയാണ് ആർക്കിയ എങ്കിലും ഒരു കാര്യം പ്രത്യേകതയുണ്ട്, അവ ഒറ്റ എണ്ണം പോലും പാത്തോജനിക് ആൻഡ് ലീവ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്. പാത്തോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രോഗത്തിന് കാരണമായി തീരുന്നവയല്ല. ഓക്കെ, എന്നാണ് നൺ ആർ പാത്തോജനിക്, അതായത് ഒന്നും പാത്തോജനിക് അല്ല, അതായത് ഒന്നും രോഗത്തെ കാരണമായി തീരുന്നതല്ല. രണ്ടാമതായിട്ട് അവയുടെ പ്രത്യേകത എന്താണ്? ആൻഡ് മെനി ലീവ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ വളരെ ദുർഘടമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷ പരിസ്ഥിതിയിൽ അവ ജീവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? അവ എങ്ങനെയുള്ളവയാണ്? അവ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു. മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് അവയെ കാണുകയുള്ളൂ. അവ ഉപകാരമുള്ളവയും ഉണ്ടായിരിക്കാം, ഉപദ്രവമുള്ളവയും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ആർക്കിയ എന്ന് പറയുന്നത് എക്സ്ട്രീം, വളരെ പ്രയാസകരമായിട്ടുള്ള കണ്ടീഷനിലാണ് അവ ജീവിക്കുന്നത്. അവയ്ക്ക് ജീവിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവയൊന്നും രോഗങ്ങളും മനുഷ്യന് ഉണ്ടാക്കുന്നില്ല. their RNA sequences were significantly different from each other. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പം ഇവയുടെ RNA അല്ലെങ്കിൽ ജനിതക ശാസ്ത്ര
ശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ജനിതക ഘടകങ്ങൾ സിഗ്നിഫിക്കൻ്റ്ലി വളരെയധികം വ്യത്യാസം പെട്ടിരിക്കുന്നു പരസ്പരം. അപ്പം ആർക്കിയയുടെയും ബാക്ടീരിയയുടെയും ജനിതക ശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒരു കാരണമാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുമ്പോൾ ബാക്ടീരിയയ്ക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, പക്ഷേ ആർക്കിയയ്ക്ക് രോഗങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല. മൂന്നാമതായിട്ട് ബാക്ടീരിയ സാധാരണയുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആർക്കിയ വളരെ കഷ്ടം നിറഞ്ഞ സ്ഥലങ്ങളിലും ജീവിക്കുന്നു ഫ്രം ഈച്ച് അതർ. ഓക്കെ, ആർക്കിയ ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ദെയർ സെൽ വാൾ. ഇനിയൊരു വ്യത്യാസം കാണുന്നത് എന്താണ്? ആർക്കിയ ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയയിൽ നിന്നും അവയുടെ സെൽ വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കോശഭിത്തിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സെൽ മെമ്മറൈൻ അതായത് കോശസ്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിലും ഉപയോഗത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദേ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ. അവയ്ക്ക് എത്ര പ്രയാസത്തിലുള്ള സിറ്റുവേഷനുകൾ ഉണ്ടെങ്കിലും അവയെ അതിജീവിക്കുവാനും ഉള്ള കഴിവുകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ചോദ്യം തന്നെ നിങ്ങളോട് ഇങ്ങനെയും ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർക്കിയ ആൻഡ് ബാക്ടീരിയ. എന്താണ് ബാക്ടീരിയയും ആർക്കിയയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാലും ഈ ഉത്തരം തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് അടുത്ത ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ തന്നിരിക്കുന്നത് ഡൊമൈൻ ആൻഡ് ദെയർ കറസ്പോണ്ടിങ് കിങ്ഡംസ്. അപ്പം ഡൊമൈനും അവയിൽ ഉൾപ്പെടുന്ന കിങ്ഡങ്ങളും, ഓരോ ഡൊമൈനും അവയിൽ ഉൾപ്പെടുന്ന കിങ്ഡങ്ങളും ഏതെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉപകാരം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു പണി ചെയ്താൽ മതി. 141 ആ പേജിലേക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ബാക്ടീരിയ, ആർക്കിയ, യുക്കേരിയ എന്ന് പറയുന്ന 3 ഡൊമൈനുകൾ. ഈ 3 ഡൊമൈനുകളിലും ഏതെല്ലാം കിങ്ഡങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ആ പിക്ചറിൽ തന്നെ നമുക്കുണ്ട്, എങ്കിലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഓക്കെ, ഡൊമൈൻ ബാക്ടീരിയ, അതായത് ഡൊമൈൻ ബാക്ടീരിയ ഏത് കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്? അവ ബാക്ടീരിയ എന്ന് പറയുന്ന ആ കിങ്ഡത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഡൊമൈൻ ആർക്കിയ, അപ്പോൾ ഡൊമൈൻ ആർക്കിയ ഏത് കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്? ആർക്കിയ എന്ന് പറയുന്ന ആ കിങ്ഡത്തിലാണ് ഉൾപ്പെടുന്നത്. നിങ്ങൾ ആ പേജ് എടുത്ത്, പുസ്തകത്തിലെ പേജ് 141 എടുത്തേച്ച് ആ ഇലിസ്ട്രേഷൻ 6.1 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഡൊമൈൻ യുക്കരിയയിൽ ഏതെല്ലാം ജീവജാലങ്ങൾ, ഏതെല്ലാം കിങ്ഡങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അത് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. 4 കിങ്ഡങ്ങളാണ് ഡൊമൈൻ യുക്രിയയിലുള്ളത്. ഏതെല്ലാമാണ്? ഒന്ന് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം, രണ്ടാമത്തേത് ഫംജെ എന്ന് പറയുന്ന കിങ്ഡം, മൂന്നാമതായിട്ട് പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡം, നാലാമതായിട്ട് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം. അപ്പം ഇവയെല്ലാമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഡൊമൈനുകളും അവ ഉൾപ്പെടുന്ന കിങ്ഡങ്ങളുമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഡൊമൈൻ ആൻഡ് ദെയർ കറസ്പോണ്ടിങ് കിങ്ഡം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇതേ ചോദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തരാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം തന്നിരിക്കുന്നത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ്. ഒരു പക്ഷേ വേണമെങ്കിൽ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓർഡർ മാറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇനി വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ.